കോൾബർഗ് 6 സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ലോറൻസ് കോൾബർഗിന്റെ ധാർമ്മിക വികസനത്തിന്റെ 6 ഘട്ടങ്ങൾ ധാർമ്മിക പ്രതിസന്ധികളെക്കുറിച്ചും അവരുടെ ന്യായവാദത്തിൽ വ്യക്തികൾ എങ്ങനെ പുരോഗമിക്കുന്നു കൂടുതൽ ലളിതമായതിൽ നിന്ന് കൂടുതൽ സങ്കീർണമായ ധാർമ്മിക ധാരണയിലേക്ക് നീങ്ങുന്നു. ലെവൽ 1 പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, ലെവൽ 2 കൺവെൻഷണൽ മൊറാലിറ്റി, ലെവൽ 3 പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ലെവൽ 1 സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ്, അനുസരണവും ശിക്ഷയും. ഈ ഘട്ടത്തിൽ വ്യക്തികൾ ശിക്ഷ ഒഴിവാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അധികാരത്തോടുള്ള അനുസരണവും നിഷേധാത്മകമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതും ആയാണ് ധാർമ്മികതയെ വിലയിരുത്തുന്നത്. സ്റ്റേജ് 2 ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. ഇവിടെ ധാർമ്മികത സ്വയം താല്പര്യത്തിന്റെയും പരസ്പര ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. സ്വന്തം ആവശ്യങ്ങളോ താല്പര്യങ്ങളോ നിറവേറ്റുന്ന പ്രവൃത്തികൾ ശരിയായതായി തോന്നുന്നു. ലെവൽ 2 കൺവെൻഷണൽ മൊറാലിറ്റി. അതിൽ സ്റ്റേജ് 3 ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നല്ല പരസ്പര ബന്ധങ്ങൾ. ധാർമ്മിക തീരുമാനങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങൾ നിലനിർത്തുന്നതിനും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിലും അധിഷ്ഠിതമാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരു നല്ല വ്യക്തിയാണ് നല്ല പെരുമാറ്റം നിർണ്ണയിക്കുന്നത്. സ്റ്റേജ് 4 സോഷ്യൽ ഓർഡർ, സാമൂഹിക ക്രമം നിലനിർത്തൽ. വ്യക്തികൾ സമൂഹത്തെ മൊത്തത്തിൽ പരിഗണിക്കാൻ തുടങ്ങുന്നു. നിയമങ്ങൾ അനുസരിക്കുകയും സാമൂഹിക വ്യവസ്ഥയിൽ ഒരാളുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുകയും ചെയ്തുകൊണ്ട് ധാർമ്മികതയെ വിലയിരുത്തുന്നു. ലെവൽ 3 പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഇതിൽ 2 സ്റ്റേജ്, സ്റ്റേജ് 5 ആൻഡ് സ്റ്റേജ് 6. സ്റ്റേജ് 5 സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, സാമൂഹിക കരാറും വ്യക്തിഗത അവകാശങ്ങളും. ധാർമ്മിക തീരുമാനങ്ങൾ വ്യക്തിഗത അവകാശങ്ങളും വലിയ നന്മയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹിക കരാറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സമൂഹത്തിന്റെ പ്രയോജനത്തിനായി മാറ്റാവുന്ന സാമൂഹിക കരാറുകളായി നിയമങ്ങളെ കാണുന്നു. സ്റ്റേജ് 6 യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്, സാർവത്രിക തത്വങ്ങൾ. വ്യക്തികൾ സാർവത്രിക മനുഷ്യാവകാശങ്ങളെയും നീതിയെയും അടിസ്ഥാനമാക്കി അവരുടെ സ്വന്തം ധാർമ്മിക തത്വങ്ങൾ വികസിപ്പിക്കുന്നു. നിയമങ്ങളെയോ സാമൂഹിക ബന്ധങ്ങളെയോ ലംഘിച്ചാലും അവർ തങ്ങളുടെ മനസാക്ഷിക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നു. ധാർമ്മിക വികസനം മോറൽ ഡെവലപ്മെന്റ് ക്രമാനുഗതമായൊരു പ്രക്രിയയാണ് എന്ന് കോൾബർഗിന്റെ സിദ്ധാന്തം ഊന്നി പറയുന്നു. വ്യക്തികൾ സാധാരണയായി ഈ ഘട്ടത്തിലൂടെ ക്രമാനുഗതമായി പുരോഗമിക്കുന്നു. Lawrence Kohlberg's view of moral development. Kohlberg proposed a theory of moral development that focuses on how individuals develop their sense of right and wrong. According to Kohlberg, moral development occurs in stages and progress from a focus of external rewards and punishment to a more internalized sense of morality. Kohlberg identified 3 levels of moral development, each with 2 stages: pre-conventional, conventional and post-conventional stage. In the pre-conventional stage, individuals make more decisions based on self-interest and avoiding punishment or seeking rewards. In the conventional level, individuals make moral decisions based on social norms, rules and expectations. In the post-conventional stage, individuals develop their own moral principles and make decisions based on ethical considerations and personal values. Kohlberg's theory emphasizes the importance of moral reasoning and the development of sense of justice and fairness. Both Erikson's psychosocial development theory and Kohlberg's moral development theory highlight the importance of individual growth and development in different areas. Erikson's theory focuses on the development of identity and a sense of self, while Kohlberg's theory emphasizes the development of moral reasoning and ethical decision making. Lawrence Kohlberg's theory of moral development. Pre-conventional stage, conventional stage, post-conventional stage 3 സുപ്രധാന തലങ്ങളായി ഓരോന്നിനെയും വിഭജിക്കുന്നു. സ്റ്റേജ് 1 പ്രീ കൺവെൻഷണൽ ലെവലിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നത് അവോയ്ഡിങ് പണിഷ്മെന്റ്. ലോറൻസ് കോൾബർഗ് ധാർമ്മിക വികസനത്തിന്റെ ഒരു സിദ്ധാന്തം നിർദ്ദേശിച്ചു. അത് വ്യക്തികൾ ധാർമ്മിക യുക്തിയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പുരോഗമിക്കുന്നു, സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് സാർവത്രിക ധാർമ്മിക തത്വങ്ങൾ പാലിക്കുന്നതിലേക്ക് മുന്നേറുന്നു. ഫസ്റ്റ് അവോയ്ഡിങ് പണിഷ്മെന്റ്, അനുസരണവും ശിക്ഷാ ദിശയും.
ശിക്ഷ ഒഴിവാക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ധാർമ്മിക തീരുമാനങ്ങൾ. സ്റ്റേജ് 2 എയിമിംഗ് അറ്റ് എ റിവാർഡ്. വ്യക്തിത്വവും വിനിമയവും. തീരുമാനങ്ങൾ സ്വയം താൽപ്പര്യവും പരസ്പരവും വഴി നയിക്കപ്പെടുന്നു. സ്റ്റേജ് 3 ഗുഡ് ബോയ് ആൻഡ് ഗുഡ് ഗേൾ ആറ്റിറ്റ്യൂഡ്. കൺവെൻഷണൽ ലെവൽ, പരമ്പരാഗത തലം. സാമൂഹിക അംഗീകാരവും ബന്ധങ്ങൾ നിലനിർത്തലും ധാർമ്മിക തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു. ലോയൽറ്റി ടു ലോ ആൻഡ് ഓർഡർ. തീരുമാനങ്ങൾ നിയമങ്ങൾ അനുസരിക്കുകയും സാമൂഹിക ക്രമം ഉയർത്തി പിടിക്കാനുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. നമ്പർ 5 ജസ്റ്റിസ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ലോ. തീരുമാനങ്ങൾ സാമൂഹിക കരാറുകളെയും ജനാധിപത്യ തത്വങ്ങളെയും കുറിച്ചുള്ള ധാരണയെ പ്രതിഫലിപ്പിക്കുന്നു. യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ്. സ്റ്റേജ് 6 സാർവത്രിക തത്വങ്ങൾ. സാമൂഹിക മാനദണ്ഡങ്ങളെയും നിയമങ്ങളെയും മറികടക്കുന്ന സാർവത്രിക ധാർമ്മിക തത്വങ്ങളാൽ ധാർമ്മിക ന്യായവാദം നയിക്കപ്പെടുന്നു. വ്യക്തികൾ പക്വത പ്രാപിക്കുമ്പോൾ ഈ ഘട്ടങ്ങളിലൂടെ തുടർച്ചയായി നീങ്ങുന്നുവെന്ന് കോൾബർഗ് വിശ്വസിച്ചു. ഉയർന്ന ഘട്ടങ്ങളിൽ ധാർമ്മിക ന്യായവാദം കൂടുതൽ സങ്കീർണവും തത്വാധിഷ്ഠിതവുമായി മാറുന്നു. ധാർമ്മിക സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ യുക്തിയുടെയും വൈജ്ഞാനിക വികാസത്തിൻ്റെയും പങ്ക് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഊന്നിപ്പറയുന്നു.